മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് താരീഖിലുള്ളത്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യന് 3 വാപ്പുണ്ട് എന്നാണ്. ഒന്ന് നമുക്ക് ജന്മം നൽകിയ വാപ്പ, എൻ്റെ വാപ്പ അബൂബക്കർ മുസ്ലിയാർ, സമസ്തൻ്റെ മുഫത്തിശ്ശായിരുന്നു. രണ്ടാമത്തത് ആദം നബി അലൈഹിസ്സലാം, മനുഷ്യകുലത്തിൻ്റെ പിതാവ്, അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. മൂന്നാമത്തൊരു വാപ്പുണ്ട്, അത് ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. അത് നമ്മളെ വാപ്പ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. മില്ലത്താബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാണ്, മഹാനവറുകളാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. നമ്മൾ മുസ്ലിങ്ങൾ എന്നാണ് അറിയപ്പെടുക. ആരാ പേരിട്ടത്? ഇബ്രാഹിം നബി ഇട്ടാണ്. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? അതിൻ്റെ മുമ്പ് നമ്മളെ പേര് ഹനീഫ് എന്നായിരുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വല്ലർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എൻ്റെ ശരീരത്തെ നേരിടിക്കുന്നു, ലില്ലദീ, ഒരു അല്ലാഹുവിലേക്ക്, ഫത്തറസ്സമാവാതി വല്ലർള, അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഹനീഫൻ, ഞാൻ ഹനീഫായ നിലയിലും മുസ്ലിമൻ, മുസ്ലിമായ നിലയിലും. ആ ഹനീഫ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് നമ്മളെ പേരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം നമ്മളെ പേര് മുസ്ലിമീങ്ങൾ എന്നതാണ്. വാപ്പയാണ് നമുക്ക് പേരിട്ടത് സയ്യിദുനാ ഇബ്രാഹിം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന ഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് മനുഷ്യരിൽ ആദ്യമായി കല്യാണം കഴിച്ചത്. നമ്മളമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ജിദ്ദയില് ഹവ്വാ ബീവിയുടെ പേരിൽ ഒരു ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിലാണ് ഹവ്വാ ബീവിന്റെ ഖബർ ഉള്ളതെന്ന് പറയപ്പെടുന്നു. എവിടെയാണെന്നറിയില്ല, ആ ഖബർസ്ഥാനിൽ എവിടെയോ ആണ്. ആ ഖബർസ്ഥാനിന് മൊത്തത്തിൽ ഹവ്വാ ബീവിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തു നിന്നാണ് ഹവ്വാ ബീവിനെ കല്യാണം കഴിച്ചത്. പക്ഷേ ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഇണചേർന്നിട്ടില്ലെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഒന്നിച്ച് കടന്നുറങ്ങിയിട്ടില്ല. കടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ കല്യാണം കഴിച്ചതിൻ്റെ ശേഷമുള്ള ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എവിടുന്നാ ഉറങ്ങിയത്? ആ ഉറങ്ങിയത് ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് വന്ന് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ശ്രീലങ്കയിലെ ദജ്ന എന്ന പ്രദേശത്താണ് വരുന്നത്. ജസീറത്തുൽ അറബിലെ ജിദ്ദയിലാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ വരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവിയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. അവർ രണ്ടുപേരും കൂടി അറഫയിൽ വെച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞു, കണ്ടുമുട്ടി. അന്ന് രാത്രി മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് എങ്ങനെയാണ് ഇണചേരുക എന്ന് ആദം നബിക്കും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹക്കും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവർ ഇണചേർന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ട ഒരു ഇൽമാണ് ഇണചേരല്. ആമുഖ ഭാഷണത്തിൽ മാഷ് പറഞ്ഞതുപോലെ സത്യത്തിൽ നമ്മുടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളാരും കുടുംബജീവിതം പഠിച്ചതുമില്ല, പഠിപ്പിച്ചതുമില്ല. നമ്മളെ വിചാരം നമുക്കൊക്കെ ജന്മന അറിയുന്നതാണ്. മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം. നാടൻ വർത്താനം പറയല്ലോ, നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ട. അതെന്തേ? നീർക്കോലിക്കുട്ടി ജനിക്കണതിനെ നീന്തിങ്ങാണ്ടാണ്, പിന്നെ വേറെ പഠിപ്പിക്കേണ്ടി വരില്ല.
അത് നീർക്കോലിക്കുട്ടിക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല. നമ്മളൊരു പല്ലിനെടുത്തുങ്ങാണ്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടോക്കി നീന്തി കയറി പോവും. ഒരു പോത്തും കുട്ടിനെടുത്തുങ്ങാണ്ട് കുളത്ത് കൊണ്ടുപോയിട്ടാൽ നീന്തി കയറും. അതേ സമയത്ത് മനുഷ്യക്കുട്ടി കുളത്തേക്ക് വീണാൽ വെള്ളം എങ്ങനെ കുടിച്ചു തീർക്കാൻ പറ്റും നോക്കും, നീന്തൂല. എന്തേ കാരണം? മനുഷ്യൻ ജന്മന അങ്ങനത്തെ ഒരു കഴിവില്ല. മനുഷ്യന്റെ വിവരവും മലക്കിന്റെ വിവരവും ജിന്നിന്റെ വിവരവും വ്യത്യാസമുണ്ട്. ജിന്നിന്റെയും മലക്കിന്റെയും വിവരം ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ മലക്കിന്റെയും മനുഷ്യന്റെയും വിവരം ഒരുപോലെയല്ല. മലക്കിന് വിവരമാണുള്ളത്, മനുഷ്യന് വിവരത്തിനുള്ള വിവരമാണുള്ളത്. മലക്കിന് വിവരമുണ്ട് എന്ന് പറഞ്ഞാല് ഒരു മലക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പഠിപ്പിച്ചാല് ഖിയാമത്ത് നാള് 1-ാം തീയതി വരേക്കും ആ മലക്ക് സുജൂദിൽ അവിടെ കിടക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. എന്തിനാ ഈ സുജൂദിൽ കിടക്കണെന്ന് ആലോചിക്കും കൂടി ഇല്ല എന്നുള്ളതാണ്. കാരണം വിവരമാണ് അവർക്കുള്ളത്, വിവരത്തിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. മനുഷ്യൻ അങ്ങനെയല്ല. സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ എന്തിനാ ഇപ്പൊ സുജൂദ് ചെയ്യണതെന്ന് ആലോചിക്കും. വിവരത്തിനുള്ള വിവരമാണ് മനുഷ്യന് നൽകപ്പെട്ടത്, മലക്കിന് വിവരമാണ് നൽകിയിട്ടുള്ളത്. ഇനി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും വിവരം തമ്മിൽ വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ വിവരം 2 കാര്യം മാത്രമാണ്. ഒന്ന് അറബിയിൽ ജൽബുൽ മൻഫഅത്ത് എന്ന് പറയും, മറ്റൊന്ന് ദഫ്ഉൽ മദറത്ത് എന്ന് പറയും. ജൽബുൽ മൻഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരത്തെ കൊണ്ടുവരിക, ദഫ്ഉൽ മദറത്ത് എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തെ തടയുക. 2 കാര്യം മാത്രമാണ് മൃഗത്തിന്റെ വിവരം, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. വിവരത്തിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരം മാത്തമാറ്റിക്സ് ആണ്, കണക്കാണ്. ഏറ്റവും ഉറപ്പുള്ള വിവരം ഒന്നൊന്നും കൂട്ടിയാൽ 2 ആവും. ഏത് കാലത്ത് കൂട്ടിയാലും 1-1 2 തന്നെ ഉണ്ടാവുക. വിവരത്തിൽ ഏറ്റവും ഉറപ്പുള്ള വിവരമാണ് മാത്തമാറ്റിക്സ്, കണക്ക്. എന്നാൽ മൃഗത്തിന് കണക്കറിയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കൂടിയും പള്ളിയിൽ സാലിം ഭായി കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പൂച്ചയും കൂടി വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 2 പൂച്ചയാണ് ഇപ്പൊ വന്നത്. ദേശം കഴിഞ്ഞപ്പോ കണ്ടുകൊണ്ട് ഒരു പൂച്ചയും കൂടിയും വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 3 പൂച്ചയാണ് വന്നത്. പക്ഷെ പൂച്ചക്ക് മനസ്സിലാവില്ല 3 പൂച്ചയാണെന്ന്, കാരണം പൂച്ചക്ക് കണക്കറിയില്ല. മൃഗത്തിന്റെ വിവരവും മനുഷ്യന്റെ വിവരവും വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ വിവരം 2 കാര്യത്തിലേക്ക് ചുരുങ്ങും. ഒന്ന് ജൽബുൽ മൻഫഅത്ത്, ഉപകാരം കൊണ്ടുവരലും. 2 ദഫ്ഉൽ മദറത്ത്, ഉപദ്രവം തടയലും. സർക്കസിലെ ആന സല്യൂട്ട് അടിച്ച് കാണിക്കും. എന്തിന്? പനമ്പട്ട കിട്ടാന്. ജൽബുൽ മൻഫഅത്ത്, ഉപകാരം കൊണ്ടുവരിക. രണ്ടാമത്തത് ഉപദ്രവം തടയാ. മൃഗം അങ്ങോട്ട് കിടാനേന്ന് പറയുമ്പോ അങ്ങോട്ടിക്കും, ഇങ്ങോട്ട് കിടാനേന്ന് പറയുമ്പോ അങ്ങോട്ടിക്കും. എന്താ കാരണം? ചെവിക്ക് കൊളത്താങ്കോല കൊണ്ടുള്ള കൊളത്ത് കിട്ടാതിരിക്കാന്. ദഫ്ഉൽ മദറത്ത്. ജൽബുൽ മൻഫഅ എന്ന ഉപകാരം കൊണ്ടുവരിക, അല്ലാതെ നടക്കൂല. അതുകൊണ്ട് മനുഷ്യന് ഒരു കാര്യവും ജന്മന വിവരമില്ല. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ്. എങ്കിൽ കുടുംബജീവിതം നമ്മളാരും പഠിച്ചതുമില്ല, നമ്മളാരും പഠിപ്പിച്ചതുമില്ല. ആദം വല്ലിപ്പാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്, ചെയ്യപ്പെട്ടു പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി. അതിനൊരുപാട് കാരണങ്ങളുണ്ട് നഷ്ടപ്പെടാൻ. ഇസ്ലാമിന്റെ കുടുംബ കാഴ്ചപ്പാടും സാമൂഹ്യ ശാസ്ത്രത്തിന്റെ കുടുംബ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിന്റെ കുടുംബ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ആദം നബിയും ഹവ്വാ ബീവിയിൽ നിന്നും തുടങ്ങുന്നതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഫാമിലി എന്ന കാഴ്ചപ്പാട് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ പിന്നീട് അത് കാലക്രമേണ മനുഷ്യനായി രൂപം മാറി. ആ മനുഷ്യന്മാർ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവരായിരുന്നു എന്നാണ് സോഷ്യോളജി പറയുന്നത്. ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ സഞ്ചാരികളായിരുന്നു ആദിമ മനുഷ്യന്മാർ, യാത്രക്കാരാണ്. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലും, അവിടെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നും, അവിടെയുള്ള കായ്ക്കനികൾ പറിച്ചു തിന്നും അവർ ജീവിക്കും. വിഭവങ്ങൾ കുറയുമ്പോൾ അടുത്ത നാട്ടിലേക്ക് പോകും, പിന്നെ അവർ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു. മനുഷ്യന്റെ എണ്ണം ഇങ്ങനെ കൂടി വരികയും വിഭവങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തപ്പോ
പരസ്പരം സഹകരിച്ച് ജീവിച്ചു. അങ്ങനെ കുടുംബങ്ങളുണ്ടായി. ആ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ രണ്ടാമത്തേലെ പെൺകുട്ടിയെയും രണ്ടാമത്തേലെ ആൺകുട്ടി ആദ്യത്തേലെ പെൺകുട്ടിയെയും കല്യാണം കഴിച്ചു. അവർക്ക് വീണ്ടും മക്കളുണ്ടായി. അങ്ങനെ ഉണ്ടായി അങ്ങനെ വന്ന് ലോകത്ത് മനുഷ്യന്മാരുണ്ടായി എന്നാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് ആ ചിമ്പാൻസി നമ്മളെ വാപ്പല്ല. ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഈ സാമൂഹ്യശാസ്ത്രം പഠിച്ചാൽ സ്വാഭാവികമായിട്ടും വിവാഹത്തോട് എതിർപ്പുണ്ടാവുമല്ലോ. പുതിയ തലമുറക്ക് മാഷ് പറഞ്ഞമാതിരി വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് പിന്നെ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതിന് കുറെ കാരണമുണ്ട്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണ്, കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണല്ലോ. കല്യാണം ആവിപ്പോ വേണ്ടെന്നാ പറയാ. എന്താ കാര്യം? ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി, നിക്കാഹ് ഇബാദത്താണെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ അധികവും കുവൈത്ത് എയർലൈൻസിനൊക്കെ ടിക്കറ്റ് എടുത്താൽ നല്ല പൈസ കുറവ് കിട്ടും. അപ്പൊ കുവൈത്ത് എയറിന് എടുത്തു കഴിഞ്ഞാൽ കുവൈത്ത് എയർപോർട്ടിൽ 5 മണിക്കൂർ നിൽക്കണം. ഇവിടുന്ന് കുവൈത്ത് പോയി കുവൈത്തിൽ 5 മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് കണക്ഷനാണ് ഉണ്ടാവുക. ഇവിടുന്ന് കുവൈത്ത് എയർപോർട്ടിലേക്ക് എന്നാൽ കുവൈത്തിൽ കണക്ഷൻ ഫ്ലൈറ്റിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 15x15 വലുപ്പമുള്ള ഒരു റൂമിൽ ഏകദേശം ഒരു ഫ്ലൈറ്റിലെ പകുതി ആൾക്കാരും 2 ബാത്റൂമും ഉണ്ടാവും. 5 മണിക്കൂർ അങ്ങനെ നിൽക്കണം. അത് സാരമില്ല, കാരണം ഉംറ ഇബാദത്താണ്. ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. നിക്കാഹില്, വൈവാഹിക ബന്ധത്തില്, കുടുംബജീവിതത്തില് അങ്ങനൊന്നും സഹിക്കാൻ തയ്യാറില്ല. എന്തേ കാരണം? കുടുംബജീവിതം ഇസ്ലാമിലെ ഇബാദത്താന്ന് മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ആദം വല്ലിപ്പ തുടങ്ങിയതാന്ന് മനസ്സിലായില്ല. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ പെണ്ണെട്ടാത്ത 2 നബിമാര് മാത്രമേ ഉള്ളൂ. ഒന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, പിന്നീട് സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. അതിൽ യഹ്യ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തഫ്സീർ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ല, അതിന്റെ അർത്ഥം വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യഹ്യ നബി കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കല്യാണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഒരു നബി മാത്രമേ ഉള്ളൂ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. 1,24,000 അമ്പിയാക്കൾ വന്നതിൽ 1,23,999 നബിമാരും പെണ്ണെട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ ചെയ്ത ഒരു ഇബാദത്താണത് എന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ, ആ പെൺകുട്ടിയുടെ വാപ്പ, പുതിയാപ്പിളാകാൻ പോണ ആള്, ഓന്റെ വാപ്പ മനസ്സിലാക്കിയാൽ വിവാഹം ഇബാദത്തായിട്ട് നടക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ വിവാഹം ആഘോഷമായിരിക്കും. അപ്പോൾ വെടിപൊട്ടും. വെടിപൊട്ടാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആർഭാടങ്ങൾ, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ. എന്താ ഇസ്ലാമിലെ വിവാഹം ഇബാദത്താണ്, അത് മനസ്സിലായില്ല, അതാ പ്രശ്നം. ഇബാദത്താകുമ്പോൾ അതിനനുസരിച്ചുണ്ടാവില്ലേ. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നുണ്ടല്ലോ, സംഗതി നേരം വൈകിട്ടാണെങ്കിലും വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ജുമാ ഇബാദത്താന്ന് മനസ്സിലായി, കല്യാണം ഇബാദത്താണെന്ന് മനസ്സിലായില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഹൈറായ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ആഖിറത്തിലാണ്. സത്യത്തിൽ ദുന്യാവിലെ കല്യാണം ദുന്യാവുക്കുള്ളതല്ല, സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസീനിലുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ ലറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാഖിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും. ഏത് ഇണ? എല്ലാ തഫ്സീറും പറഞ്ഞു ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. സ്വർഗത്തിൽ ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. അതാണ് അസ്വാജ് എന്ന് പറഞ്ഞത്. ഫീ ദിലാലിൻ, മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ ലറായികി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കും. സ്വർഗത്തിൽ അവർ കട്ടിലിൽ ചാരിയിരിക്കും. ഇണകൾ. ഏത് ഇണ? ദുനിയാവിൽ അതേ ഭാര്യയും ഭർത്താവും. മക്കളുണ്ടാവില്ല. മക്കള് പെൺകുട്ടികള് പോലെ പുതിയാപ്പളിനൊപ്പം അപ്പുറത്തെ കൊട്ടാരത്തില്, ആൺകുട്ടികൾ പോലെ പെണ്ണുങ്ങളൊപ്പം ഇപ്പുറത്തെ കൊട്ടാരത്തില് എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റും. നമ്മളെ പെരയിലല്ല, നമ്മളെ പെരയിൽ നമ്മൾ മാത്രമാണുള്ളത്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സ്വർഗത്തില്.
ഏറ്റവും ദർജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമീങ്ങൾ സഹായത്തിനായിട്ടുണ്ടാവുമെന്നാണ്. അപ്പൊ നമ്മളെ കൊട്ടാരത്തിൽ നമ്മളെ പെണ്ണുങ്ങളൊപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. മാത്രമല്ല സ്വർഗത്തിന്റെ പ്രത്യേകതകളിൽ പറയുന്നുണ്ട്, ഏത് മനുഷ്യനും യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഭാര്യയോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭർത്താവിനോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്ത വലിയൊരു പ്രശ്നമുണ്ട്. ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അത് ഒരു കാര്യമോ 2 കാര്യമോ അല്ല, കുറേ കാര്യങ്ങൾ ചേർന്നതാണ്. അത് മുഴുവൻ മനസ്സിലാവുമ്പോഴേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. എന്നോടൊരിക്കൽ ഞാൻ ചാങ്കരംകുളം ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോൾ നമ്മുടെ വളരെ പ്രമുഖനായ ഒരാള്, നല്ല ദീനി കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 9 കല്യാണം ഇല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല സുഖമായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 9 കല്യാണം കൊണ്ട് നമ്മൾ ആകെ അടങ്ങാറായി എന്ന് ചുരുക്കം. ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കോലത്തിലായി. എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 വിവാഹത്തെ കുറിച്ച് നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി അറിയാ? അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മറുപടി. നബി തങ്ങളുടെ പ്രത്യേകതയിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ ആർക്കും തോന്നൂലേ, വല്ലാത്തൊരു പ്രത്യേകതയായി പോയി പെണ്ണിട്ടുന്ന വിഷയത്തിൽ തോന്നുമല്ലോ, സ്വാഭാവികമല്ലേ തോന്നുന്നുള്ളത്. എന്താ വേണ്ടത്? ആ സംശയം തീരണമെങ്കിൽ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മുഴുവൻ പഠിച്ചാലേ സംശയം തീരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെണ്ണിട്ടിനോടത്ത് മാത്രമല്ല പ്രത്യേകത ഉള്ളത്, ധാരാളം വിഷയങ്ങളിലുണ്ട്. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നത് നുബുവത്തിന്റെ 2ാം ഘട്ടത്തിലാണ്, 3ാം ഘട്ടത്തിലാണ്. 1 ഇഖ്റ ബിസ്മി, 2 യാ അയ്യുഹൽ മുദ്ദസ്സിർ, 3ാമത്തേത് യാ അയ്യുഹൽ മുസമ്മിൽ. ഈ യാ അയ്യുഹൽ മുസമ്മിലില് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. അതിൽ തഹജ്ജുദ് നിസ്കാരം ഖുർആൻ പാരായണം പറയുന്നുണ്ട്. ഇത് നബുവത്തിന്റെ 3ാം ഘട്ടമാണ്. 1 ഇഖ്റ ബിസ്മിയാണ്, 2 യാ അയ്യുഹൽ മുദ്ദസ്സിറാണ്, 3 യാ അയ്യുഹൽ മുസമ്മിലാണ്. അന്ന് ഫർദ് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഞമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്. അലാറം വെച്ചിട്ട് അലാറം അടിച്ചിട്ട് നമ്മൾ കേട്ടിട്ട് ഉണന്നെങ്കിൽ നിസ്കരിച്ചാൽ മതി. ഞമ്മക്ക് തഹജ്ജുദ് സുന്നത്താണ്. മുത്തുനബിക്ക് നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫർദ് നിസ്കാരം നിർബന്ധമാവുന്നതിന് മുമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മനസ്സിലാകേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല. ഞമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. എന്തേ കാരണം? മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെയാണെങ്കിൽ പിന്നെ 9 ഭാര്യമാരുണ്ടായത് കുഴപ്പമില്ലാന്ന്. നമ്മൾ മരിച്ചാലേ വല്ല 10 സെന്റോ എന്തേലും ഉണ്ടെങ്കിൽ മക്കൾക്ക് ഒരിച്ചെടുക്കാലോ. എന്തേലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വല്ല 10 15 സെന്റ് എവിടെയും ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ഓഹരി ചെയ്തെടുക്കാം. എന്നാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് ഫാത്തിമ ബീവിക്ക് കിട്ടിയില്ല. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആ പണം മുഴുവൻ ബൈത്തുൽ മാലിൽ അടച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്തിൽ അനന്തരമില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. എന്തേ കാരണം? അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രത്യേകതയാണ്. എല്ലാ പ്രത്യേകതയാണ് പഠിക്കുമ്പോൾ നമ്മളെ കൽബ് പറയും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്ന്. നമ്മളാകെ ഒരു പ്രത്യേകത മാത്രം പഠിച്ചതുകൊണ്ട് തോന്നിയതാണ്, വല്ലാത്ത പ്രത്യേകതയായി പോയല്ലോ. ഉഹുദ് യുദ്ധം മുസ്ലിങ്ങൾക്ക് ചെറിയൊരു പരാജയം എന്ന് തോന്നുന്ന യുദ്ധമാണല്ലോ ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞത്. ഉഹുദ് യുദ്ധത്തിൽ എല്ലാവരും പിന്തിരിഞ്ഞു. അവസാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയായപ്പോ തന്റെ വാളെടുത്ത് അരയിൽ തൂക്കി കുതിരപ്പുറത്ത് ചാടിക്കേറി യുദ്ധത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഏതാനും ആളുകൾ ബാക്കിൽ യുദ്ധത്തിന് വേണ്ടി വന്നു. എന്താ കാരണം? യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ ആർക്കും പിന്തിരിഞ്ഞു പോകാം, പക്ഷേ നബി തങ്ങൾക്ക് പിന്തിരിയാൻ പാടില്ല.
യുദ്ധം പരാജയപ്പെടും തോന്നിയാൽ ആർക്കാണെങ്കിലും പെരേക്ക് പോകാം, ഒരു കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ പോലും പിന്തിരിയാൻ പാടില്ല. എന്താ കാരണം? അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പുതിയ തലമുറയുടെ സംശയങ്ങൾ തീർത്തു കൊടുത്തില്ലെങ്കിൽ ഈ പോക്കന്നെ പോവുള്ളൂ. നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാവും, പോക്ക് ഈ പോക്കേ പോവുള്ളൂ. നാഷണൽ ഹൈവേയും വഴിയൊക്കെ ഉണ്ടാവും, പക്ഷേ കല്യാണവും വിവാഹവും കുടുംബജീവിതവും ഒക്കെ കൂടിയും കുളം തോണ്ടിയിട്ട് ഇങ്ങനെ പോകുള്ളൂ. സംശയം പണ്ടൊക്കെ കണ്ണുർത്തിയാൽ മതി, ചോദിക്കരുത് കേട്ടോ, മുണ്ടരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ മുണ്ടണില്ലാന്ന് പറയും. പുതിയ തലമുറയോട് മുണ്ടരുത് എന്ന് പറഞ്ഞാൽ എന്താ മുണ്ടിയാലും ചോദിക്കും. സംശയം തീരുന്ന തരത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം. നല്ല ശ്രമമാണ് കമ്മിറ്റി നടത്തുന്നത്. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ കുട്ടികൾക്ക് സ്വാഭാവികമാണ്, ഉണ്ടാവും. കാരണം പാഠ്യപദ്ധതി അതിനനുസരിച്ചാണ് ഇപ്പൊ നിലവിലുള്ളത്. പാഠ്യപദ്ധതി അനുസരിച്ചാണ്. 1960-കൾ മുതൽ ലോകത്ത് നിലനിൽക്കുന്ന വലിയൊരു സംഗതിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. 1960-കളിലാണ് ആദ്യമായി ലിബറലിസം വരുന്നത്. വന്നെന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത് സർവത്ര സ്വതന്ത്രതാവാദമായിരുന്നു 1960-കളിലെ ലിബറലിസം എന്ന് പറയുന്നത്. സർവത്ര സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ നാട്ടില് പഴയ കാലത്ത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ, പഴമക്കാരായ ആൾക്കാർക്കറിയും. ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയൊക്കെ ജമ്മിയുടേതാണ്, കർഷകന് അതിൽ കൃഷി ചെയ്യാം. കൃഷി ചെയ്ത് വിളവെടുത്താല് ജമ്മിന്റെ ആളുകൾ വന്നിട്ട് ഓൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി വല്ല പതിരുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കും. അത് കർഷകന് എടുത്തിട്ട് കുത്തിയിട്ട് അവല് ഉണ്ടാക്കിയാണ്ട് ജീവിക്കാം. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ വന്ന സ്വതന്ത്രതാവാദമാണ് 1960-കളിലെ ഈ പറയപ്പെട്ടിട്ടുള്ള ലിബറലിസം എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് കാലക്രമത്തിൽ അതിന് മാറ്റം വന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ അത് സാംസ്കാരിക ലിബറലിസമായി മാറി. സാംസ്കാരിക ലിബറലിസം എന്ന് പറഞ്ഞാല് ഒരു നാട്ടിൽ നിലവിൽ എങ്ങനെയാണോ നടക്കുന്നത് അതിനെതിരെ പറയലായി. ഒരു നാട്ടിൽ എങ്ങനെ സാധാരണഗതിയിൽ എങ്ങനെ നടന്നു വരുന്നത് അത് സ്വാതന്ത്ര്യമല്ല എന്ന് പറയാം, ഇതിനെതിരിലാണ് വേണ്ടതെന്ന് പറയാം. ഞാൻ ഉദാഹരണം പറയാം. ഒരു നാട്ടിലെ ആണുങ്ങളൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട് പറയാം, ആണ് പെണ്ണിനല്ല കെട്ടേണ്ടത്, പെണ്ണ് തമ്മിലോ ആണ് തമ്മിലോ കെട്ടേണ്ടത്, എന്നാലേ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇതിനെയാണ് സാംസ്കാരിക ലിബറലിസം എന്ന് പറയുന്നത്. വേറൊരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൺകുട്ടികളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് വിചാരിച്ചോളി. അവിടെ നേരെ ഓപ്പോസിറ്റ് പറയണം, ഇങ്ങനെയല്ല വേണ്ടത്, ഇത് സ്വാതന്ത്ര്യത്തിനെതിരാണ്, ആണ് പെണ്ണിനെയാണ് കെട്ടേണ്ടത് എന്ന് പറയാം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് എതിരിൽ പറയുക എന്ന രീതിയിലേക്ക് അത് മാറി. ലോകത്ത് മൊത്തത്തിൽ ഇന്ന് അതാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് പിന്നീട് വകഭേദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇന്ന് നിലവിലുള്ള ലിബറലിസം പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്ന സാധനമാണ്. വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതൊക്കെ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിയില്ല എന്നതാണ്.